ലോകേഷ് അജിസ് എഴുതി ഡയറക്റ്റ് ചെയ്ത് ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 11 എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ സിനിമയിൽ IPS ഓഫീസർ അരവിന്ദനായിട്ട് അഭിനയിക്കുന്നത് നവീൻ ചന്ദ്രയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നായിക കഥാപാത്രത്തിന്റെ റോൾ ചെയ്യുന്ന അഭിരാമിയാണ്. നമ്മൾ ഈ സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സീരിയൽ കില്ലർ പടം, അതായത് നമ്മൾ കുറെ കണ്ടുമടുത്ത പടമാണ്. നമ്മുടെ ഒരു ആക്സസൻ പടം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പടം ആ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും തന്നെ ഒരുപാട് ലാഗുള്ള പടങ്ങളും ഒരേ പാറ്റേണുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ അതുപോലെ തന്നെ തുടക്കത്തിൽ കുറെ കൊലപാതകങ്ങൾ നടക്കുന്നു. കൊലപാതകം ചെയ്തതിന് ശേഷം ആ ബോഡി കത്തിച്ച് കളയുന്ന പതിവാണ് ഈ ഒരു കൊലപാതകി സീരിയൽ കില്ലറിനുള്ളത്. അപ്പൊ നമ്മുടെ നവീൻ ചന്ദ്ര IPS മുന്നേ ആയിട്ട് വേറൊരു പോലീസുകാരൻ അന്വേഷിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് ശേഷം നമ്മുടെ നായകൻ ഇങ്ങോട്ട് എത്തുകയാണ്. അപ്പൊ നായകൻ വന്നു കഴിഞ്ഞു. അതിനുശേഷം കഥ കുറച്ചൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഭിരാമിയെ കണ്ടു കഴിഞ്ഞു. അഭിരാമി വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് ഇന്നയാളാണ് സീരിയൽ കില്ലർ എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുവരെ ഒരു ഹാഫ് പടത്തിന്റെ ഒരു ഹാഫ് ഇന്റർവെല് വരെ നമുക്ക് ആരാണെന്ന് പിടികിട്ടുന്നില്ല. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഇന്നയാളാണെന്ന്. പക്ഷെ അത് നമുക്ക് ലാസ്റ്റ് വരുമ്പോഴേക്കും കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ച് ടിസ്റ്റൊക്കെ 1-2 ടിസ്റ്റൊക്കെ വരുന്നുണ്ട്. ആ ടിസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടുമടുത്ത ഒരു കഥ തന്നെയാണ്. കുറെ കൊലപാതകങ്ങൾ നടക്കുന്നു, അതിന്റെ പ്രതിയെ പിടിക്കുന്നു ലാസ്റ്റ്, അല്ലെ? അങ്ങനെയുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അതിനിടയിലുള്ള ലാസ്റ്റിലോട്ട് എടുക്കുമ്പോൾ കുറച്ച് ആ ഒരു ടിസ്റ്റൊക്കെ വരുന്നുണ്ട്. ടിസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ മലയാളം ഡബിങ് അത്ര പോരാ. ആമസോൺ പ്രൈമിലൂടെ അവൈലബിൾ ആണ്. തമിഴ് ഭാഷയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ താല്പര്യമുള്ളവർക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 10-6.5 മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. എന്ന് വെച്ചാൽ അത്ര ഹൈ പടമല്ല, അത്ര ലോ പടമല്ല, ഒരു ആവറേജ് നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു പടമായിട്ട് തോന്നിയേക്കാം, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ മോശം ഒരു സിനിമയായിട്ട് തോന്നിയേക്കാം. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആമസോൺ പ്രൈമിലൂടെ ഈ സിനിമ 11 എന്ന സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ ദി ബെസ്റ്റ്.